ഗൈസ്, അപ്പോൾ ഇന്ന് തിരുവോണാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഒന്ന് അമ്പലം വരെ പോകണം എഴുതിയിട്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലത്തിലേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വഴിയിൽ നിന്ന് നമുക്ക് വലിയച്ഛനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയച്ഛൻ്റെ കൂടെയാണ് അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും ഇതുപോലുള്ള ചടങ്ങ് കാണാൻ പറ്റും. ഓണത്തിൻ്റെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരുവോണമായതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ തൊഴിലെല്ലാം കഴിഞ്ഞ് പ്രസാദം എല്ലാം വാങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം നോക്കിയിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് വന്ന ശേഷം വേഗം തന്നെ ഇറങ്ങിയിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയും ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തം വെളുത്ത ഓണം കറക്കുന്നാണല്ലോ പറയുക, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടുത്തെ ഈ ഒരു ചെടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ വേഗം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീടെല്ലാം എത്തി. അപ്പോൾ ഇന്ന് ചെറിയച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ ഓണത്തിൻ്റെ സദ്യയും പരിപാടികളും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കണ്ണാടിയിലുള്ള പ്രഹസനം കേട്ടോ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത്. സദ്യവട്ടങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലൻ, കാളൻ, അവിയൽ, പപ്പടം, അച്ചാർ, അങ്ങനെ എല്ലാവിധ സദ്യവട്ടങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളിയായിട്ട് പാലട പ്രഥമനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓണം അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും വക ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.